So much ഇത്രയും പേര് ഇവിടെ ടേൺ ഔട്ട് ആയി. അഗൈൻ മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ ഐ തിങ്ക് ഒരു പ്രോമിനൻറ്റ് തിയേറ്ററിക്കൽ റിലീസാണ് ജയഗണേഷ്. ഈ വരുന്ന April 11 മുതൽ സിനിമ കേരളത്തിലും ഔട്ട്സൈഡ് കേരളയിലും റിലീസ് ഉണ്ടാവും. പ്രിവിലേജ് ടു വർക്ക് വിത്ത് ഫാന്റാസ്റ്റിക് ക്രൂ. ഞാൻ രഞ്ജിത്തുമായിട്ട് ആദ്യമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിനു മുൻപേയും ഒരുപാട് ഇന്റർവ്യൂസ് ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഐ തിങ്ക് ആസ് എൻ ആക്ടർ ആസ് ഒരു എന്താ പറയുക സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി മാറി കഴിഞ്ഞു ജയഗണേഷ്. ഓൾറെഡി ടോൾഡ് രഞ്ജിത്തായിട്ട് നല്ലൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഹിം ബീങ് ദ റൈറ്റർ അത് ഐ തിങ്ക് ബെസ്റ്റ് വർക്ക് ആയിട്ട് ഞാൻ കാണുന്നു. ഇങ്ങനെ ഹിൽ ഡെഫിനറ്റ്ലി റൈറ്റ് മോർ ബട്ട് ടിൽ ഡേറ്റ് ഐ തിങ്ക് ആ ഭാഗ്യം എനിക്ക് ഉണ്ടായി. നല്ലൊരു കഥാപാത്രം എനിക്ക് കിട്ടി. ആൻഡ് ഫാന്റാസ്റ്റിക് ക്രൂ എല്ലാം ഈ സിനിമയുടെ മുന്നിലും പ്രവർത്തിച്ച എല്ലാവരോടും ഇപ്പം തന്നെ നന്ദി പറയുന്നു. വിൽ ടേക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അവരെല്ലാവരും മഹിമയുടെ പാതയായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ല രണ്ടാമത് വർക്ക് ചെയ്യുന്നു. സോ ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എല്ലാവരും ജോമോൻ ഷീസ് ഹേർട്ട് ബാഡ്ലി റയൻ വെരി ചാമിങ്, ഭയങ്കര ഇന്റലിജന്റ്. ആൻഡ് രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിൽ മാത്രമല്ല ഐ തിങ്ക് ഹിം ബീങ് എ വെരി ടാലന്റഡ് ഗൈ. വളർന്നു വരുമ്പോഴേക്കും ഐ തിങ്ക് വിൽ ഹാവ് എ ഗ്രേറ്റ് ടൈം ഇൻ ദ ഇൻഡസ്ട്രി. പിന്നെ സൂപ്പർ സ്റ്റാർ ആൻഡ് ഷൈലർ എല്ലാവരും താങ്ക് യു സോ മച്ച്. Hello everyone. Adyan, happy wish in advance. ജയഗണേഷ് സിനിമ April 11 റിലീസ് ആവുകയാണ്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരു അമേസിംഗ് ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. രഞ്ജിത്ത് സാറിന്റെ കൂടെ ഞാൻ ഇതിനു മുമ്പ് തന്നെ വർക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. വേറൊരു സിനിമ അത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഇത്രയും സെൻസിബിൾ ആയ ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഉണ്ണിയുടെ കൂടെ ഇത് രണ്ടാമത്തെ തവണയാണ്. ഐ thoroughly enjoyed working with him. പിന്നെ ഡയറക്ടർ റയാനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ ചാമിങ്, വെരി ചാമിങ് ബോയ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്. ആൻഡ് ചേച്ചിയുടെ കൂടെ എനിക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നില്ല, ബട്ട് ഐ വെരി ഗ്ലാഡ് ദാറ്റ് ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ ദ ഫിലിം. ചേച്ചി അഭിനയിച്ച സിനിമയിൽ, പിന്നെ നന്ദു ചേട്ടൻ, അശോകൻ ചേട്ടൻ, ഇങ്ങനെ ഒരുപാട് സീനിയറായ ആക്ടേഴ്സ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, ഒരു കോണ്ടന്റ് ഓറിയന്റഡ് സിനിമയായിരിക്കും. തിയേറ്ററിൽ പോയി സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റ് കേട്ടപ്പം എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷണൽ ആയ, എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്ത ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവർക്കും അതേ ഫീലിംഗ് തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും സിനിമ കാണാം, കണ്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. സോ ഹാപ്പി. ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്രയും ക്യാമറകളുടെ മുമ്പിൽ ഒരു പ്രൊമോഷൻ വർക്ക്. ഞാൻ അഭിനയിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതെല്ലാം എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ മൂവിയുടെ എന്നോട് പലരും ചോദിക്കേണ്ടായി എന്താണ് ഈ മൂവിയിലേക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ പാസഞ്ചർ മൂവിയുടെ ഒരു വലിയ ഫാനാണ്. സോ രഞ്ജിത്തിന്റെ ഒരു ടെക്സ്റ്റ് വരുന്നു, വിൽ യു ബി എ പാർട്ട് ഓഫ് മൈ മൂവി എന്ന് ചോദിച്ചപ്പോൾ കണ്ണു അടച്ച് യെസ് ഓഫ് കോഴ്സ്. ബാക്കി ഒന്നും ഞാൻ വേറെ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് ഹൗ ഇറ്റ് വാസ്. സെക്കൻഡ് ഉണ്ണി. പിന്നീടാണ് അറിഞ്ഞത്, കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പിന്നീടാണ് അറിഞ്ഞത് ഉണ്ണിയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നതെന്ന്. മഹിമ, നമുക്കെല്ലാവരും ഇപ്പോൾ അറിയുന്ന പേര് അമൽ ഡേവിസ്. റയൻ, ബാക്കി നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എല്ലാവരും. പിന്നീട് അത് വേറൊരു ഫാക്ടറി മൂവിയിലോട്ട് എന്നെ അട്രാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കാലഘട്ടത്തിൽ എന്നെ വിശേഷിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും എന്നെ ആ കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്ത് വിശേഷിപ്പിച്ചിരുന്നത് ഫ്ലാഗ് ബെയറർ ഓഫ് ഗ്ലിസറിൻ. എപ്പോഴും എല്ലാ സിനിമയിലും കണ്ണ് കലങ്ങിയ ഒരു ക്യാരക്ടർ, കരഞ്ഞ് ഏറ്റവും കരയുന്നത് ഞാനായിരുന്നു. അന്നൊക്കെ ട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രോൾ എനിക്ക് തോന്നുന്നു എനിക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ഈ മൂവി ഒരു പ്രാവശ്യം പോലും എൻ്റെ അടുത്തോടെ പോലും ഗ്ലിസറിൻ പോയിട്ടില്ല. ഇതിനകത്തൊരു ക്രിമിനൽ, ഒരു ഫീമെയിൽ ലേഡി ക്രിമിനൽ
ലോയർ ആയിട്ടാണ് ഞാനൊരു ബോൾഡ് ആൻഡ് ഒരു ഫിയേഴ്സ് ക്യാരക്ടർ. സോ ഐ എം സോ ഹാപ്പി. April 11th റിലീസ്. ആൻഡ് താങ്ക് യു ഓൾ കമ്മിങ്. താങ്ക് യു.